സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട എന്നേക്കാട്ടി ഉപരി നമ്മുടെ വലിയ രീതിയിലുള്ള അഭിമാനമായ റസൂൽ പൂക്കുട്ടി വരുന്നു. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി വരുന്നു. അതിനോടൊപ്പം വലിയ ചർച്ചയാകുന്നത് പ്രേംകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. പ്രേംകുമാറും വലിയ പിണക്കത്തിലും പരിഭവത്തിലും ഒക്കെയാണ്. പ്രത്യേകിച്ച് പാർട്ടിയിൽ പ്രേംകുമാറിന് പാർട്ടിക്കാർക്കിടയിലും, പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കിടയിലും അല്ലെങ്കിൽ തലപ്പത്തൊക്കെയുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു അതൃപ്തിയാണ് പ്രേംകുമാറിനെ പുറത്താക്കിയതിൽ നിന്നുള്ള ചർച്ചകളാണ് വ്യാപകമായിട്ടുള്ളത്. എന്താണ് ശരിക്കും അതിലെ ഒരു പൊളിറ്റിക്സ്? ഇപ്പോൾ ചെയർമാനെ നിയമിക്കുന്നതും മാറ്റുന്നതൊക്കെ സർക്കാരിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം, ഒരാളെ മാറ്റുമ്പോൾ നിങ്ങളെ മാറ്റുകയാണെന്ന് അറിയിക്കാനുള്ള മര്യാദ ഉണ്ടാവണം. രണ്ടാമത് പുതിയ ചെയർമാൻ സ്ഥാനമേൽക്കുന്നു. അപ്പോൾ പഴയ ചെയർമാൻ സ്വാഭാവികമായിട്ടും ക്ഷണിക്കില്ലേ? അദ്ദേഹത്തിന് രണ്ടും അറിയിച്ചിട്ടില്ല. അത് നിങ്ങളെ മാറ്റുകയാണ് എന്നുള്ളതും അറിയിക്കുന്നില്ല, പുതിയ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആ ചടങ്ങിലേക്കും ക്ഷണിക്കുന്നില്ല. അതിൽ അദ്ദേഹം വിഷമം പങ്കുവച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്, പ്രേംകുമാർ പറയുന്നത്. പ്രേംകുമാർ വന്ന സാഹചര്യം നമുക്കറിയാം. ഈ കഴിഞ്ഞ രഞ്ജിത്ത് ചെയർമാനായിട്ടിരുന്ന സമയത്ത് പ്രേംകുമാർ വൈസ് ചെയർമാനായി വരുന്നു. ശരിക്കും പറഞ്ഞാൽ വൈസ് ചെയർമാനായിട്ടുള്ള പ്രേംകുമാറാണ് രഞ്ജിത്തിനേക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെ നമ്മുടെ ചലച്ചിത്രോത്സവമൊക്കെ വരുന്ന സമയത്തുമൊക്കെ രഞ്ജിത്തിന് കൂവലും പ്രേംകുമാറിന് കൈയടിയുമായിരുന്നു. മികച്ച കോർഡിനേഷൻ ആയിരുന്നു പ്രേംകുമാർ. അതെ, പ്രേംകുമാറാണ് പലപ്പോഴും പല കാര്യങ്ങളും ഡീൽ ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോയത്. പക്ഷെ രഞ്ജിത്ത് അങ്ങനെ ആയിരുന്നില്ല. രഞ്ജിത്ത് വേറൊരു രീതിയാണ്, പ്രതിഭയുടേതായ അഹംഭാവമൊക്കെയുള്ള തലക്കനമൊക്കെയുള്ള അദ്ദേഹത്തിനെ കൂടെ പറ്റില്ല. ഇങ്ങനെ ഒരു പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ എന്തെങ്കിലും വിവാദങ്ങൾക്കുള്ള തീയിട്ടിട്ട് പോകുന്ന രീതിയിലൊക്കെ ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കാൻ അതിനൊരു അഡ്മിനിസ്ട്രേഷൻ സ്കില്ലുണ്ടാവണം, നയപരമായ ഒരു കഴിവുണ്ടാകണം. ഇത് രണ്ടുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലാതെ ഒരു മഹാപ്രതിഭയാകണം എന്നൊന്നുമില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇരുന്ന് അത് ഇത്രയും ആളുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന മേള എന്ന് പറയുന്നത് ചെറുപ്പക്കാരൊക്കെ ധാരാളം വരുന്നതാണ്. അത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിനിമാ പ്രേമികൾ നടക്കുന്ന ദിവസം മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് ഇവിടെ, ആ സമയത്ത് ഇവിടെ റൂം പോലും കിട്ടാറില്ലല്ലോ. അവർ അത്രയും ദിവസം സിനിമ കണ്ടിട്ട് പോകും. അപ്പോൾ അത് പരിഭവവും പരാതി ഇല്ലാതെ നടത്താൻ പ്രേംകുമാറിന് സാധിച്ചു. സാധാരണ അങ്ങനെ കഴിയുന്നതല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും പരാതിയും പരിഭവവും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നതാണ്. രഞ്ജിത്ത് ഇരുന്നപ്പോൾ പോലും അത് പറ്റില്ല. രഞ്ജിത്തിന് വലിയ കൂവലുകൾ ആണ് ആ സമയത്തൊക്കെ ലഭിച്ചത്. അതിന് മുമ്പിരുന്നവരും ഈ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രേംകുമാർ വളരെ നന്നായിട്ട് ചലച്ചിത്ര അക്കാദമിയെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുമൊക്കെ അറിയുന്നത് റസൂൽ പൂക്കുട്ടി ചെയർമാനായി വരുന്നു. അദ്ദേഹം നമുക്കറിയാം, നമുക്ക് അഭിമാനകരമായൊരു നിമിഷമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. ഓസ്കാർ അവാർഡ് ജേതാവാണ്. ഈ പ്രേംകുമാർ പണ്ട് KSUക്കാരനായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അദ്ദേഹം പിന്നീട് സഖാവ് കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള PA ബക്കറിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു. സഖാവിന്റെ, കേരളത്തിലെ സഖാവ് ആരാന്ന് ചോദിച്ചാൽ P കൃഷ്ണപിള്ളയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി സഖാവ് P കൃഷ്ണപിള്ള. അപ്പോൾ അദ്ദേഹം P കൃഷ്ണപിള്ളയായി അഭിനയിച്ചു. ആ സിനിമ പുറത്തു വന്നില്ല. പക്ഷെ അന്ന് മുതൽ ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോയ, അങ്ങനെ ഇദ്ദേഹം കൃഷ്ണപിള്ളയായി രൂപാന്തരം പ്രാപിച്ചത് മുതൽ ഇദ്ദേഹം P കൃഷ്ണപിള്ളയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ വായിക്കുന്നു, കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. അങ്ങനെ ഇദ്ദേഹവും കമ്മ്യൂണിസ്റ്റുകാരനായി മാറി. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം ജീവിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ലെംബോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, ദൂരദർശനിൽ പണ്ട് വന്നതാണ്. അതിലൂടെയാണ് ഇദ്ദേഹം ലെംബോ പ്രേമൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, ലെംബോ പ്രേംകുമാർ. ആ കഥാപാത്രത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നീട് സിനിമയിലേക്ക് വരുന്നു. സിനിമയിൽ തന്നെ ധാരാളം വേഷങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഈ അനിയൻ ബാവ ചേട്ടൻ ബാവയിലെ ജയറാമിനൊക്കെ ഒപ്പമുള്ള ആ വേഷം, അനന്തരവന്റെ വേഷം, രണ്ടമ്മാമ്മമാരുടെയും അനന്തരവനായ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്ലാങ്ങിലുള്ള അമ്മാവോ എന്ന് പറയുന്നത്, അതാണ് സിമ്പിൾ. അതാണ് പലയിടത്തും പ്രേംകുമാർ വേദിയിൽ വരുമ്പോൾ കാണികൾ പറയുന്ന ആളുകൾക്കൊപ്പം കേൾക്കുന്ന ഒരു ശബ്ദം കൂടിയാണ്. അതെ, ഇപ്പോഴും അത് ആളുകൾ പറഞ്ഞില്ല. അതുപോലെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ ജയറാമും, എനിക്ക് തോന്നുന്നു ജയറാമും പ്രേംകുമാറും ഒരു നല്ല കോംബോ ആയിരുന്നു. അവർ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് കുറേ സിനിമകളിൽ നായകനായിട്ടൊക്കെ വരികയൊക്കെ ചെയ്തു. അതൊക്കെ വലിയ ശതമാനം സിനിമകളൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു കാലത്ത് പിന്നെ അദ്ദേഹം ഇടവേള എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ചലച്ചിത്ര അക്കാദമിയിലൂടെ അദ്ദേഹം തിരിച്ചു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സജി ചെറിയാൻ
ഈ ആശമാരുടെ സമരം അവിടെ നടക്കുന്നു. പലരും പിന്തുണയൊക്കെ അറിയിക്കുന്നു. ഗവൺമെൻറ് പക്ഷേ ആശമാർക്കെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ പിന്നെ അതൊക്കെ മാറി സമരത്തിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു. ആ സമയത്ത് പക്ഷേ അങ്ങനെയല്ല, ആശമാർക്കെതിരായൊരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ സാംസ്കാരിക സ്ഥാപന മേധാവികളിലേക്ക് ഒരു മീറ്റിംഗ് സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി വിളിച്ചു കൂട്ടുന്നു. അദ്ദേഹം വിളിച്ചു കൂട്ടിയ ഈ മീറ്റിങ്ങിൽ വെച്ചിട്ട് പ്രേംകുമാർ പറഞ്ഞു, ഈ ആശ സമരം നാണക്കേടാണ്, ഇത് അവസാനിപ്പിക്കണം. അത് ആശമാരുടെ സമരത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഈ പരാമർശം, അതായത് ആശമാർ തെരുവിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സാംസ്കാരിക കൂട്ടായ്മ നടത്തുന്നത് അനൗചിത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായി വാർത്തകളിൽ ഇടം പിടിക്കുന്നു. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം പാർട്ടിയോട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്ന് പറയുമ്പോൾ അന്ന് മുതൽ ഇദ്ദേഹത്തോടുള്ള ഒരു നീരസം അല്ലെങ്കിൽ അകൽച്ച ആ രീതിയിലേക്ക് മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടൊന്നുമല്ല, കാലാവധി കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി. ശരിയാണ്, അദ്ദേഹത്തെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് മാറ്റാനുള്ള അധികാരം തീർച്ചയായിട്ടും മന്ത്രിക്കുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം ഈ കാലാവധി കഴിയുമ്പോൾ നിങ്ങളെ മാറ്റുകയാണെന്ന് അറിയിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ, മറ്റൊന്ന് പുതിയ ചെയർമാൻ സ്ഥാനമേൽക്കുന്ന ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിക്കാനുള്ള മര്യാദ, ഇത് രണ്ടും ഇല്ലാതെ പോയി. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണല്ലോ. നിങ്ങളുടെ സേവനത്തിന് നന്ദി, ഞങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടമല്ല, വിമർശനങ്ങൾ ഉണ്ടാകില്ലേ, വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. ആ വിമർശിക്കുന്ന ആളുകളെ വിളിച്ചു കൂട്ടുന്നത് തന്നെ അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയായിട്ടും കൂടെ അല്ലേ? സർക്കാർ അനുകൂലമായിട്ട് തന്നെ നിലപാടെടുക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അത് നമ്മളെല്ലാ കാര്യങ്ങളും അനുകൂലമായി, അത് ഏത് ഗവൺമെന്റ് വന്നാലും അവരെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, ചെയ്യുന്ന എല്ലാ കാര്യം അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ല. സർക്കാർ ചെയ്യുന്ന ജനഹിതമല്ലാത്ത കാര്യങ്ങൾ അതങ്ങനെ തന്നെ അല്ല എന്ന് പറയാനുള്ള ആർജവം കലാകാരന്മാർക്കുണ്ടാകണം. ഇപ്പോൾ പലപ്പോഴും സ്തുതിപാഠകരായിട്ട് മാറുകയാണല്ലോ ചെയ്യുന്നത്. എന്താണോ ചെയ്യുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ ഈ പുതിയ കാലത്ത് ആളുകൾക്ക് വിമർശിക്കാൻ, എഴുത്തുകാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് സേഫ് സോണിൽ പോകണം. ഗവൺമെൻറ്റിനെ, അതിപ്പം ഇവിടെ ആയാലും അവിടെ ഇരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആയാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയാലും വിമർശിക്കാൻ ഭയമാണ്. കാരണം സേഫായിട്ട് പോകണം. സേഫായിട്ട് ഇങ്ങനെ പോയി അതിൻ്റെ ഒരു ശീതളച്ചായയിൽ ഇങ്ങനെ പോവുക. അതിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ്, വളരെ ചുരുക്കം എന്ന് പറയാവുന്ന ആളുകൾ പോലും സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കമന്റ് ബോക്സിലടക്കം നിറയുന്ന കാര്യങ്ങളാണ്. സാംസ്കാരിക പ്രമുഖരൊക്കെ എവിടെ പോയി, നടികടന്മാരൊക്കെ എവിടെ പോയി, ഒരു അഭിപ്രായം പറയാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണല്ലേ. അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടതൊക്കെ ഒന്ന് സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയിട്ട് കുറേയേറെ അക്കാഡമികൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഈ അക്കാഡമിയിൽ ഏതെങ്കിലും ഒരു അംഗത്വം കിട്ടുക, അതൊക്കെയാണ് പലരുടെ ആഗ്രഹം, എഴുത്തുകാരുടെയും കിട്ടാതെ പോകരുത്. അതെ, അവാർഡുകൾ കിട്ടാതെ പോകരുത്. അപ്പോൾ എന്തിനാണ് നമ്മൾ എതിർത്ത് പറഞ്ഞ് വെറുതെ നമുക്ക് കിട്ടാനുള്ള സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിന്തയാണ് സമ്പാദിക്കുന്നത്. പക്ഷെ പ്രേംകുമാർ അങ്ങനെയല്ല. അദ്ദേഹം പറയാനുള്ള ആ സ്ഥാനത്തിരിക്കുമ്പോൾ പോലും പറയാനുള്ളത് ആർജവത്തോടെ പറഞ്ഞു. ഇതൊന്നും പിന്നെ ശാശ്വതമല്ലല്ലോ. ഇപ്പം ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ശാശ്വതമായ ഒന്നുമല്ല. അത് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറും, അല്ലെങ്കിൽ അടുത്ത ഒരാളിനെ പരിഗണിക്കുമ്പോൾ അത് മാറും. അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തു. അപ്പം നിലപാട് ഉള്ളവർക്ക് ഇത്തരം പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് പ്രേംകുമാറിനെ സംബന്ധിച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അല്ലെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നല്ലൊരു കലാകാരനാണ്. കലാകാരനാണ്. അപ്പോൾ അത് മതി. ശരി.